ചെയ്യാൻ വേണ്ടി പേടിച്ച് നിൽക്കുന്നവർക്കൊക്കെ ആയിട്ട് പറയാണ്, നിങ്ങൾ ധൈര്യത്തിൽ ലാ ഡെൻസിറ്റിയിൽ വരാം. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ കൂടി ലാ ഡെൻസിറ്റി മാത്രമേ റെക്കമെൻഡ് ചെയ്യൂ. അന്ന് രാവിലെ വന്നിട്ട് ഒരു 8-9 മണിയാകുമ്പോൾ സർജറി സ്റ്റാർട്ടായി. ഇടക്കിടക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു വേദനയുണ്ടോ, പിന്നെ വെള്ളം വേണോ, കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടായിരുന്നു. വൈകിട്ടൊരു 5:30-6 മണിയാകുമ്പോഴേക്കും സർജറി കഴിഞ്ഞു. ഞാൻ തന്നെ ഇവിടുന്ന് ഡ്രൈവ് ചെയ്ത് കാസർഗോഡ് വരെ പോവുകയും ചെയ്തു. അതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞെങ്കിൽ ബൈ ചാൻസിൽ ക്യാപ്പൊക്കെ ഒന്ന് അറിയാതെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുടിയില്ലേ അങ്ങനെയൊക്കെ ആൾക്കാർ നോക്കിയിരുന്നത്. ആ റിസൾട്ടാണ് ഇപ്പോൾ കാണുന്നത്. അപ്പം റിസൾട്ട് കൊണ്ട് വളരെയധികം സന്തോഷവാനാണ് ഞാൻ. അറിയുന്നവരൊക്കെ വന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞ് ഇത് വളരെ നന്നായി, ഇവിടുന്ന് ചെയ്ത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ റിസൾട്ടിലും ഇവിടുത്തെ സർവീസിലും എല്ലാ കാര്യങ്ങളിലും ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. ഹായ്, എൻ്റെ പേര് ജമാൽ. ഞാൻ നാട്ടിൽ കാസർഗോഡാണ്. ഇപ്പം വർക്ക് ചെയ്യുന്നത് സ്കോട്ട്ലാൻഡിലാണ്. കഴിഞ്ഞ മാർച്ചിലായിരുന്നു എൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞത്. അതിന് മുമ്പേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 വർഷം മുമ്പേ എൻ്റെ മുടിയൊക്കെ പോയായിരുന്നു, ഫ്രണ്ട് സൈഡ് മൊത്തം പോയായിരുന്നു. അപ്പം ആ സമയം മുതൽ ഞാനിങ്ങനെ ക്ലിനിക്സും കാര്യങ്ങളൊക്കെ ഒരുപാട് നോക്കി. അങ്ങനെ കുറേ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ യൂട്യൂബ് ചാനലിലും അതുവഴിയൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. അതിൻ്റെ ഇടയിലാണ് പിന്നെ ഞാൻ ലാ ഡെൻസിറ്റിനെ കുറിച്ചിട്ട് കാണാൻ തുടങ്ങിയത്. ലാ ഡെൻസിൻ്റെ യൂട്യൂബ് ചാനൽ, അതുപോലെ സാജൻ സൂര്യയുടെ റിസൾട്ട്, അത് കുറച്ചധികം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു. അപ്പം അതുപോലെ ഇവിടെ അങ്ങനെ ഞാൻ വിചാരിച്ചു പിന്നെ എന്തായാലും സർജറി ചെയ്യുകയാണെങ്കിൽ അത് ലാ ഡെൻസിറ്റിയിൽ തന്നെ ചെയ്യണം എന്ന് വിചാരിച്ചു. പിന്നെ ഞാനിവിടെ ജസ്റ്റ് വാട്സപ്പ് നമ്പർ കിട്ടി, അതുമായിട്ട് ഫോളോ അപ്പ് ചെയ്തു. അപ്പോൾ നല്ല സപ്പോർട്ടായിരുന്നു. ആദ്യം സ്റ്റാർട്ടിങ് മുതൽ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ ഫോട്ടോസും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്ത് കൊടുത്ത സമയം മുതൽ അതും എന്നോട് ഒരുപാട് സാറ്റിസ്ഫൈ ആയിരുന്നു ഞാനിവിടെ പിന്നെ കോണ്ടാക്ട് ചെയ്തപ്പോൾ മുതലുള്ളത്. പിന്നെ അതിനുശേഷം മാർച്ചിൽ ഞാൻ ഡേറ്റ് എടുത്തു. അപ്പോഴായിരുന്നു എൻ്റെ ലീവ്. ആ സമയത്ത് ഞാൻ വന്നു, സർജറി ചെയ്യാൻ വേണ്ടി വന്നു. ഒരു ദിവസം മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ട് കൊച്ചിയിൽ വന്ന് റൂം എടുത്തു. അന്ന് രാവിലെ വന്നിട്ട് ഒരു 8-9 മണിയാകുമ്പോൾ സർജറി സ്റ്റാർട്ടായി. പിന്നെ അതും അതേപോലെ തന്നെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് പെയിൻ ഉണ്ടോ ഇതുണ്ടോ എന്നൊക്കെ അടുത്ത് നിന്ന് തന്നെ ചോദിച്ച് അറിഞ്ഞ് വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ട്രാൻസ്പ്ലാന്റേഷൻ ആയിരുന്നു. വേദനയോ കാര്യങ്ങളോ ഒന്നും അറിഞ്ഞില്ല. അവർ ഇടക്കിടക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു വേദനയുണ്ടോ, പിന്നെ വെള്ളം വേണോ, കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടായിരുന്നു. അങ്ങനെ വൈകിട്ടൊരു 5:30-6 മണിയാകുമ്പോഴേക്കും ലഞ്ച് ബ്രേക്കൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ആകുമ്പോഴേക്കും സർജറി കഴിഞ്ഞു. പിന്നെ എന്നിട്ട് ഞാൻ ഇവിടെ തന്നെ റൂം എടുത്തായിരുന്നു. അന്ന് 3 ദിവസം ഞാൻ കൊച്ചിയിൽ തന്നെ താമസിച്ച്. എന്നിട്ട് എൻ്റെ ബാക്കിൽ ബാൻഡേജ് ഉണ്ടായിരുന്നു, അത് റിമൂവ് ചെയ്തതിന് ശേഷം ഞാൻ തന്നെ ഇവിടുന്ന് ഡ്രൈവ് ചെയ്ത് കാസർഗോഡ് വരെ പോവുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് 10ാമത്തെ ദിവസം ഇവിടെ തന്നെ ഞാൻ ഹെഡ് വാഷിന് വേണ്ടി വരികയും ചെയ്തു. അങ്ങനെ വന്നിട്ട് പിന്നെ അതിന് ശേഷം ഞാൻ തിരിച്ചുപോയി. പിന്നെ ഇപ്പോൾ 7 മാസത്തിന് ശേഷമുള്ള 7 മാസം ആവാൻ പോവുകയാണ്. 7 മാസം ആവാൻ മാർച്ച് 9-നായിരുന്നു ഞാൻ ചെയ്തത്. നെക്സ്റ്റ് മന്ത് ഈ 9 ആകുമ്പോഴേ 7 മാസം കംപ്ലീറ്റ് ആവും. അപ്പം ആ റിസൾട്ടാണ് ഇപ്പോൾ കാണുന്നത്. അപ്പം റിസൾട്ട് കൊണ്ട് വളരെയധികം സന്തോഷവാനാണ് ഞാൻ. പിന്നെ അപ്പം ഒരുപാട് താങ്ക്സ് ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞെങ്കിൽ പിന്നെ മുമ്പത്തേതെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ ചങ്ങാതിമാരുടെ കൂട്ടത്തിലും ഇങ്ങനെയൊക്കെ പോകുമ്പം ഞാൻ സ്ഥിരമായിട്ട് ക്യാപ്പ് ഉപയോഗിക്കുമായിരുന്നു. എന്ന് വെച്ചാൽ ക്യാപ്പൊക്കെ ബൈ ചാൻസിൽ ക്യാപ്പൊക്കെ ഒന്ന് അറിയാതെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഷെയിമാണ് നമുക്ക്. ആൾക്കാരുടെ കൂട്ടത്തിൽ മുടിയില്ലേ അങ്ങനെയൊക്കെ ആൾക്കാർ നോക്കിയിരുന്നത്. അപ്പോൾ അതൊക്കെ കാരണം ഇപ്പം അത് ഈ പ്രാവശ്യം ഞാൻ നാട്ടിൽ വന്നപ്പോൾ അത് ഒരുപാട് മാറി. കുറേ പേര്, അധികം പേർക്ക് അറിയുന്നവരൊക്കെ വന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞ് ഇത് വളരെ നന്നായി, ഇവിടുന്ന് ചെയ്ത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം ചോദിക്കുന്നവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ലാ ഡെൻസിറ്റിയിൽ വരാം, ചോദിക്കാം. വാട്സപ്പ് നമ്പറും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ ആദ്യം കുവൈറ്റിലായിരുന്നു, ആ സമയത്തുള്ള എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അവരും ചോദിച്ചു, അവർക്കൊക്കെ ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ചെയ്യാൻ വരുന്നവർക്കും ചെയ്യാൻ വേണ്ടി പേടിച്ച് നിൽക്കുന്നവർക്കും ഒക്കെ ആയിട്ട് പറയാണ്, നിങ്ങൾ ധൈര്യത്തിൽ ലാ ഡെൻസിറ്റിയിൽ വരാം. എന്ത് സംശയങ്ങൾ വേണമെങ്കിലും ഇവിടുത്തെ നമ്പേഴ്സ് ഉണ്ട്. പിന്നെ യൂട്യൂബിലാണെങ്കിൽ അങ്ങനെ നോക്കാം, ഗൂഗിളിലാണ് സെർച്ച് ചെയ്ത് അങ്ങനെയും കിട്ടും. പിന്നെ യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക്
ചൂസ് ചെയ്യാം. അപ്പം ഞാൻ എൻ്റെ റിസൾട്ടിലും ഇവിടുത്തെ സർവീസിലും എല്ലാ കാര്യങ്ങളിലും ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ കൂടി ലാ ഡെൻസിറ്റി മാത്രമേ ഞാൻ റെക്കമെൻഡ് ചെയ്യൂ.